ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ച് നടത്തിയ ബിസിനസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖലകൾ വഴി ചെറിയ പൈസക്ക് ആൾക്കാർക്ക് സാധനങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ചായപ്പൊടി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ വിൽക്കുന്ന ഒരു വലിയ ശൃംഖലയാണ്. 700ഓളം 699 സൂപ്പർ മാർക്കറ്റുകൾ വഴി ഇവർ വൻ ലാഭമാണ് ഉണ്ടാക്കിയത്. ആ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് ആണ് ഞായറാഴ്ച ഇവരുടെ അക്കൗണ്ടിലേക്ക് 10,000-ന് 99 രൂപ, 100 രൂപ, 110 രൂപ, 115 രൂപ ഒക്കെ ആയിട്ട് പൂളിംഗം കൊടുത്തിരുന്നത്. പൂളിംഗം കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ഇത് സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിൻ്റെ ബിസിനസ്സിൻ്റെ പകുതിയാണ് എന്ന് വിശ്വസിച്ച് വരിയും പറമ്പും FDയും ലോണും എല്ലാം കൊണ്ടുപോയി ഇതുപോലെ 2011 മുതൽ കേസിൽപ്പെട്ട് കിടക്കുന്ന ഒരുത്തനെ ഏൽപ്പിച്ചു കൊടുത്ത അനേകായിരം ആൾക്കാരുടെ കഥയാണ് ഹൈ റിച്ച്. എന്നാൽ ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇനിയും തന്നെ ഇത് എന്താണ്, തട്ടിപ്പാണോ, ഇത് ആരെങ്കിലും ചതിച്ചതാണോ എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ മേൽ നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ശ്രീനിയുടെയും പ്രതാപിൻ്റെയും ഫോട്ടോ കണ്ടിട്ടാണ്. അപ്പോൾ ഇവരോടൊക്കെ ഒറ്റ ചോദ്യമേ എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊക്കെ പൂളിംഗം കിട്ടിയത്? മണി ചെയിൻ അല്ലാതെ ഇവർ ചെയ്ത എന്തെങ്കിലും ഒരു ബിസിനസ്, 1 രൂപ ലാഭമുണ്ടാക്കിയ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് നമുക്കറിയാം. കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പോലീസും EDയും ഒക്കെ ഫ്രീസ് ചെയ്തത് അല്ലെങ്കിൽ ഓഫീസ് പൂട്ടിയത് ഇവരുടെ ഹൈറിച്ചിൻ്റെ ഓഫീസ് മാത്രമാണ്. അതിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമാണ് കേരള പോലീസ്, ചേർപ്പ് പോലീസ്, തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയത്. എന്നാൽ അതൊഴിച്ചുള്ള ബാക്കി എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അതൊന്നും തന്നെ പൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 699-ൽ ആ ഒന്നൊഴിച്ച് 698 സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിക്കുകയാണ്. അവിടെ ഇവർ പറയുകയാണെങ്കിൽ വൻ ലാഭമാണ്. 800 രൂപയുടെ ഐഡിയ അടിച്ചവനെ കോടിപതിയാക്കിയ 5 കോടിയും 10 കോടിയും 13 കോടിയും വരെ ആക്കിയ അത്ഭുതമാണ് ഈ സൂപ്പർ മാർക്കറ്റുകളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 16 മാസമായി ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വരുമാനം എവിടേക്കാണ് പോകുന്നത്? ആരാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകളുടെ മുതലാളിമാരുടെ അവസ്ഥ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഹൈറിച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈറിച്ചിലെ ലീഡർമാരെ സംരക്ഷിക്കാൻ, ഹൈറിച്ചിൻ്റെ മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി മറ്റുള്ളവരെ ചീത്ത വിളിച്ചും പ്രഹസനം എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ഈ തെണ്ടിത്തരം വിളിച്ചു പറയുന്നവരെ ചീത്ത പറഞ്ഞും അവരെ മോശക്കാരാക്കിയും പോലീസ് കേസ് കൊടുത്തും ഒക്കെ നടക്കുന്ന ഇവർമാരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ: ഈ സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനം എവിടേക്കാണ് പോകുന്നത് എന്ന്, എന്ത് ബിസിനസ്സാണ് ഇവർ ചെയ്തത് എന്നും കൂടി ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഒരു വരുമാനവുമില്ല, അവരൊന്നും ജീവിക്കാൻ ഗതിയില്ലാത്തവരാണ്. അവിടെ ഹൈറിച്ച് യാതൊരുവിധ സപ്ലൈയും നടത്തിയിരുന്നില്ല.
ആദ്യത്തെ 1-2 തവണ സപ്ലൈ ചെയ്തതല്ലാതെ അവിടെ യാതൊരുവിധ സപ്ലൈയും ഹൈറിച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സത്യം. വെറും മണി ചെയിൻ മാത്രം സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ നടത്തിയ ഒരു കമ്പനിയാണ്. 2000 മുതൽ മണി ചെയിൻ ചെയ്ത് പരിചയമുള്ളവൻ നാനോ എക്സൽ, പിന്നെ ഗ്രീൻകോ എന്ന് തുടങ്ങി എല്ലാ തട്ടിപ്പുകളും ചെയ്യുകയും പിടിക്കപ്പെടുകയും ചെയ്ത ഒരുത്തൻ. ആ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ ഉണ്ടാക്കിയ കുറച്ച് ലീഡർമാരുടെ സഹായത്തോടെ ഉണ്ടാക്കിയ കേരളങ്ങളുടെ ഏറ്റവും വലിയ മണി ചെയിനാണ് ഹൈറിച്ച്. ബൈ.